ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. സൗദിയിൽ ഇന്ന് റമദാൻ 27-ാം രാവ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ എന്ന രാത്രി പ്രതീക്ഷിക്കുന്ന ദിവസം. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ രാവിന്റെ പുണ്യം നുകരാൻ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയിരിക്കുന്നത്. ليلة القدر خير من ألف شهر. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി. റമദാൻ 27-ാം രാവായ ഇന്നാണ് ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ രാത്രിയിൽ ആരാധനാകർമ്മങ്ങളും പുണ്യപ്രവർത്തികളും വർദ്ധിപ്പിക്കുന്നു. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. ഉംറ നിർവഹിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും പാപമോചന പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടും തറാവീഹ് തഹജ്ജുദ് നിസ്കാരങ്ങൾ നിർവഹിച്ചും തീർത്ഥാടകർ നാളെ പുലരുവോളം ഹറം പള്ളികളിൽ ചെലവഴിക്കും. മക്കയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ദിവസം കൂടിയാണ് റമദാൻ 27-ാം രാവ്. വെള്ളിയാഴ്ചയും 27-ാം രാവും ഒരുമിച്ച് വന്നതോടെ ഇത്തവണ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു. മസ്ജിദുൽ ഹറാമിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നവർ ഹറം പരിധിക്കുള്ളിലുള്ള മറ്റു പള്ളികളിൽ പ്രാർത്ഥന നിർവഹിക്കണം എന്ന് ഹറം കാര്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റമദാൻ അവസാന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലെ ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുത്തത്. മക്കയിൽ ഷേഖ് അബ്ദുറഹ്മാൻ സുദൈസും മദീനയിൽ ഷേഖ് ബോയിജാനും ജുമുഅ നിസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. ലൈലത്തുൽ ഖദർ എന്ന റമദാനിലെ പുണ്യരാവിന്റെ പ്രാധാന്യമായിരുന്നു ഖുതുബകളിലെ പ്രധാന ഉള്ളടക്കം. ജലീൽ കണമകലം, 24 ജിദ്ദ. പുണ്യങ്ങളാൽ പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. 25-ാം നോമ്പിനാണ് ഈ വർഷത്തെ റമദാനിലെ അവസാന വെള്ളിയാഴ്ച വന്നത്. ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളോടെ വിശ്വാസികൾ പുണ്യമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയോട് വിട പറഞ്ഞു. ആത്മവിശുദ്ധിയുടെ മാസത്തിന് പള്ളി മിമ്പറങ്ങളിൽ നിന്ന് ഇമാമുമാർ വികാര നിർഭരമായി വിടചൊല്ലി. വൃതമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുംആ നമസ്കാരത്തിനെത്തിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയാണ് റംസാന് ഔപചാരിക വിടചൊല്ലിയത്. വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിലേക്കുള്ള മാറ്റം സൂക്ഷ്മതയോടെ വേണമെന്ന് ഉദ്ബോധിപ്പിച്ചു. 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചതിൽ അള്ളാഹുവിന് ഞാൻ നടത്തുന്ന നന്ദി പ്രകാശനമാണ്. തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമ്പോൾ ആ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. റംസാന്റെ അവസാനത്തിൽ നൽകേണ്ട ഫിത്ർ സക്കാത്തിന്റെ പ്രസക്തിയും അത് നൽകുന്നതിലുള്ള സമയപരിധിയും വിശദീകരിച്ചു. കൊടും ചൂടിലും വിശ്വാസ തീക്ഷ്ണതയോടെ അവർ ജുംആ നമസ്കാരത്തിൽ പങ്കാളികളായി. നഗരങ്ങളിലെ പള്ളികളിൽ നമസ്കാരം പുറത്തേക്ക് നീണ്ടു. ജുംആ ബാങ്ക് വിളിക്കും മുമ്പ് തന്നെ വിശ്വാസികൾ മസ്ജിദുകളിലെത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുള്ള നമസ്കാര സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. 24 മലപ്പുറം. സൗദിയിൽ റമദാൻ 27-ാം രാവിൽ വ്യവസായി എം എ യൂസഫ് അലി മക്കയിലെത്തി. സ്നേഹവും സാഹോദര്യവും നന്മയുമാണ് റമദാൻ നൽകുന്ന സന്ദേശമെന്ന് അദ്ദേഹം 24-നോട് പറഞ്ഞു. മക്കയിൽ നിന്ന് ജലീൽ കണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. എത്ര തിരക്കുകളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി, ഈ കൊറോണ കാലഘട്ടത്തിൽ ഒഴിച്ച് 10-25 കൊല്ലമായി റമദാനിൻ്റെ അവസാനത്തെ 10 ചെലവഴിക്കാൻ വേണ്ടി
മക്കയിൽ വരാറുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചാൽ കൂലി കൂടുതലുണ്ട്. തന്നെയല്ല, മെൻ്റലി ഫിസിക്കലി ഒരു സമാധാനമുണ്ട്. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ, അന്യ സഹോദരന്മാരെ സഹായിക്കുന്ന, കരുണ കാണിക്കുന്ന, ഉപകാരം ചെയ്യുന്ന, വിദ്വേഷമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ. എന്നാലേ ആ നോമ്പിൻ്റെ വെറും പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പിൻ്റെ എല്ലാ സംഗതികളും പൂർത്തിയാകുകയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറപ്പിൻ്റെയും നന്മയുടെയും അന്യമതസ്ഥരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറയുന്നതുമായൊരു മതമാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ആ നന്മ കയ്യിൽ വരും. അതാണ് നന്മ. എൻ്റെ യങ് ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിങ്ങൾ ജീവിക്കുക. 2, നിങ്ങൾ മതത്തെപ്പറ്റി പഠിക്കുക, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി. 3, നന്മ ചെയ്യുക. ജനങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യുക. 4, നിങ്ങൾ അധ്വാനിക്കുക. അധ്വാനിക്കില്ലെങ്കിൽ എവിടെയും എത്തൂല. നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ എവിടെ എത്തൂല. നിങ്ങൾ വൈകുന്നേരം കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ അധ്വാനിച്ചതിൻ്റെ ഒരംശമാണെന്ന്. എന്നാൽ നിങ്ങൾ വിജയിച്ചു. റംസാന്റെ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രമുഖ വ്യവസായി MA യൂസുഫലി മക്കയിൽ വിശുദ്ധ ഹറം പള്ളിയിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നോമ്പ് അനുഭവങ്ങളും അവസാനത്തെ ദിനങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ചില നമ്മളോടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഇപ്പോൾ കേട്ടത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദിയിൽ ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴയിൽ 50% ഇളവ്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും തീരുമാനപ്രകാരമാണ് നടപടിയെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്ന് 2024 ഏപ്രിൽ 18 മുമ്പ് വരെയുള്ള കാലയളവിൽ പിഴ ലഭിച്ചവർക്കാണ് ഈ ആനുകൂല്യം ബാധകമാവുക. ഇത് പ്രകാരം ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്നുള്ള പിഴകൾ ലഭിച്ചവർക്ക് പിഴ സംഖ്യയുടെ പകുതി അടച്ചു തീർത്താൽ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ 6 മാസത്തിനുള്ളിൽ പിഴ സംഖ്യ അടച്ചു തീർക്കണം. അല്ലാത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. പിഴ സംഖ്യ ഒന്നിച്ചോ അല്ലെങ്കിൽ ഓരോ നിയമലംഘനങ്ങൾക്കും പ്രത്യേകമായോ അടക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധനമന്ത്രാലയം, സദായ എന്നീ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് ഉത്തരവ് നടപ്പിലാക്കുന്നത്. ട്രാഫിക് നിയമം 75-ാം ആർട്ടിക്കിൾ പ്രകാരമാണ് നടപടി. വിവിധ ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്ന് പിഴകൾ അടച്ചു തീർക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനം. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. അബുദാബി ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 1.5 കോടി രൂപ അപഹരിച്ചു മുങ്ങിയ മലയാളി ജീവനക്കാരൻ പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ സ്വദേശി മുഹമ്മദ് നിയാസിനെയാണ് അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തത്. അബുദാബി ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ക്യാഷ് ഓഫീസ് ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്ന മുഹമ്മദ് നിയാസ് കഴിഞ്ഞയാഴ്ചയാണ് 6 ലക്ഷം ദിർഹം, അതായത് 1.5 കോടിയോളം ഇന്ത്യൻ രൂപ അപഹരിച്ച് മുങ്ങിയത്. മാർച്ച് 25-ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടിയിരുന്ന നിയാസിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്യാഷ് ഓഫീസിൽ നിന്ന് 6 ലക്ഷം ദിർഹത്തിന് കുറവ് അധികൃതർ കണ്ടെത്തി. അന്നു മുതൽ നിയാസിനെ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ലുലു അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അബുദാബി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നിയാസിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു എന്നതുൾപ്പെടെ അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. 24 അബുദാബി. സ്കൂളിലെ ജൈവ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുത്ത പച്ചക്കറികൾ വിറ്റ് ഇഫ്താർ വിരുന്നൊരുക്കി വിദ്യാർത്ഥികൾ. ഷാർജ ഇന്ത്യൻ സ്കൂൾ ഹുബൈബയിലെ ഹോപ്പ് ക്ലബ് അംഗങ്ങളായ കുട്ടികളാണ് ഉദ്യമത്തിന് പിന്നിൽ. ഷാർജയിലെ ലേബർ ക്യാമ്പിലാണ് കുട്ടികൾ ഇഫ്താർ കിറ്റ് എത്തിച്ചത്.
മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ ഹുബൈബയിലെ ഹോപ്പ് ക്ലബ് അംഗങ്ങളായ കുട്ടികൾ. സ്കൂളിലെ ജൈവ കൃഷിയിടത്തിൽ തങ്ങളുണ്ടാക്കിയ പച്ചക്കറികൾ വിൽപ്പന നടത്തി ഷാർജ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കിയാണ് കുട്ടികൾ വ്യത്യസ്തരായത്. 600-ൽ പരം ഇഫ്താർ കിറ്റുകളാണ് കുട്ടികൾ വിതരണം ചെയ്തത്. സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ, വൈസ് പ്രിൻസിപ്പൽ ഷിഫ്ന നസറുദ്ദീൻ, ഹോപ്പ് ക്ലബ് കോർഡിനേറ്റർ സന്ധ്യ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ ലേബർ ക്യാമ്പിലെത്തി കിറ്റുകൾ നൽകിയത്. പഠനത്തോടൊപ്പം കൃഷിയിലും വിപണനത്തിലും കുട്ടികളുടെ അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ഹോപ്പ് ക്ലബിന് രൂപം നൽകിയിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി തുടർന്നു വരുന്ന ഇഫ്താർ കിറ്റ് വിതരണം ഇത്തവണയും തുടരാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കുട്ടികളും പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും കുട്ടികൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായിരുന്നു. 24 ഷാർജ. തണൽ ചേമഞ്ചേരി റിയാദ് ഘടകം എല്ലാ വർഷവും റമദാനിൽ നടത്താറുള്ള വാർഷിക ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. തണൽ ചേമഞ്ചേരി ചെയർമാനും വ്യവസായിയുമായ അഹമ്മദ് കോയ യോഗം ഉദ്ഘാടനം ചെയ്തു. റിയാദ് ചാപ്റ്റർ പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി അധ്യക്ഷനായി. നൌഫൽ കണ്ണൻകടവ്, റഹീം വടകര, റാഫി കൊയിലാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഫണ്ട് സമാഹരണം റാഫി കൊയിലാണ്ടി ചാപ്റ്റർ രക്ഷാധികാരി സാദത്ത് കാപ്പാടിന് കൈമാറി നിർവഹിച്ചു. സെക്രട്ടറി മുബാർക്ക് അലി സ്വാഗതവും ട്രഷറർ ഷാഹിൻ നന്ദിയും പറഞ്ഞു. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദ സദസ്സായി. ജനറൽ സെക്രട്ടറി BS പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങ് വൈസ് പ്രസിഡന്റ് AB വരിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷകനും എഴുത്തുകാരനുമായ അബ്ദുറഹ്മാൻ തങ്ങൾ റമദാൻ സന്ദേശം നൽകി. നിസാം തിരുവനന്തപുരം, സുരേഷ് മാത്തൂർ, ഷറഫുദ്ദീൻ കണ്ണേത്ത്, BM ഇക്ബാൽ, ഷെരീഫ് PT, VC നാരായണൻ, സിദ്ദിഖ് വലിയകത്ത്, ഷെറിൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കുവൈറ്റിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ രംഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ EDയും ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്തു. ഫോൺ ED പിടിച്ചെടുത്തു. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. CPIMന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. ആദായനികുതി അവർ വന്നിരുന്നു, അവർ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. വളരെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്, ആദായ നികുതി ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല. വീണ്ടും CPM രഹസ്യ അക്കൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. അതിനിടെ തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. ബാങ്കിലെ CPIM അക്കൗണ്ടിലുള്ള 6 കോടി രൂപയ്ക്ക് ആദായ നികുതി അടച്ചില്ലെന്നാണ് കണ്ടെത്തൽ. CPIM ഓഫീസ് സെക്രട്ടറി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി വിവരശേഖരണം നടത്തി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBI ഏറ്റെടുത്തു. ഡൽഹിയിൽ നിന്ന് 4 ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തി. കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് CBI സംഘം വിവരങ്ങൾ ശേഖരിച്ചു. നാളെ വയനാട്ടിലെത്തി അന്വേഷണം തുടങ്ങും. നടപടികൾ വേഗത്തിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാനുള്ള നടപടി വൈകിയതിൽ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടി. DGPയോടാണ് വിശദീകരണം തേടിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ നൽകാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാർ CBI അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ആവർത്തിച്ചു. വളരെയേറെ സ്വാഗതാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഉത്തരവ് പെട്ടെന്ന് വരുമെന്നുള്ളത്. നമ്മളൊക്കെ കോടതിയെ വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അടുത്ത് വിശ്വസിക്കുന്നത് കോടതിയാണ്. കേരള സർക്കാർ എന്തുകൊണ്ട് മറച്ചു വെച്ചു, എന്തുകൊണ്ട് ഇതിനെ നീട്ടിക്കൊണ്ടുപോയി? അവർ വളരെ 9-ാം തീയതി വളരെ വ്യക്തമാണ്. ഞാൻ 9-ാം തീയതി കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷയാണ് മുഖ്യമന്ത്രിക്ക്. അവരതിനെ 10-17 ദിവസം വരെ അവർ മൂടി വെച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ല. ഈ SFI നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും എല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് അവർ പല രീതിയിലും തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട കൊലപാതകം. മർദ്ദനത്തിനിരയായ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി മൂവാറ്റുപുഴ വാളകം കവലയിലാണ് സംഭവം. 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹൃത്തിനെ കാണാനെത്തിയ അശോക് ദാസിനെ പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 86 പേരുടെ പത്രിക തള്ളി. 204 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ അപരന്മാരുടെ ഭീഷണിയുമുണ്ട്. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇത് 204 ചുരുങ്ങി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. നിലവിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കോട്ടയത്താണ്. 14 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോട്ടയത്ത് അംഗീകരിച്ചു. 5 സ്ഥാനാർത്ഥികൾ മാത്രമുള്ള ആലത്തൂരാണ് ഏറ്റവും കുറവ്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നായിരുന്നു തോമസ് ഐസക് എഴുതിയത്. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്തുവിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. ഇരുവരുടെയും പത്രിക അംഗീകരിച്ചു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായ ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകൾ തള്ളി. പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമെന്ന UDF പരാതി അംഗീകരിച്ചാണ് പത്രിക തള്ളിയത്. പാലക്കാട് A വിജയരാഘവന്റെ അപരന്റെ പത്രിക തള്ളി. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരന്റെ പത്രിക അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെയും അപരന്മാരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. വടകരയിൽ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമുണ്ട്. കണ്ണൂരിലും കോഴിക്കോടും ഇരുമുന്നണികൾക്കും അപരഭീഷണിയുണ്ട്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പത്രിക ഉൾപ്പെടെ 12 പേരുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതി അടക്കം നിർണായക വിഷയങ്ങളിൽ മൗനം പാലിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. 5 വിഭാഗങ്ങൾക്കുള്ള ന്യായ് പ്രഖ്യാപനങ്ങളോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. യുവാക്കൾക്ക് തൊഴിലും സ്ത്രീകൾക്ക് വരുമാനവും കർഷകർക്ക് താങ്ങുവിലയും ഉറപ്പാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമവും സമത്വവും അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ 30 ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും. തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറഞ്ഞ ദിവസവേതനം 400 രൂപയാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ. പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകാൻ മഹാലക്ഷ്മി പദ്ധതി. കർഷകർക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് താങ്ങുവില. തൊഴിലാളികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ. രാജ്യവ്യാപക ജാതി സെൻസസ് എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. ജനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് രാഹുൽ ഗാന്ധി. This election is about those who are trying to destroy the constitution and destroy democracy in this country versus those who are trying to protect the constitution and protect democracy in this country. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച പല വിഷയങ്ങളിലും പരിഹാരം നിർദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രകടന പത്രികയ്ക്ക് എതിരായ വിമർശനം. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും എന്ന് പറയുമ്പോഴും പ്രത്യേക പദവിയുടെ കാര്യത്തിൽ മൗനം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിലും നിലപാടില്ല. പൗരത്വ വിഷയം പരാമർശിക്കുക പോലും ചെയ്യാത്തതിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA പറ്റി ഒരക്ഷരം കൊണ്ടിട്ടില്ല. പക്ഷേ അത് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം ഉണ്ട് എന്ന് കോൺഗ്രസ് അറിയുന്നില്ല. ഇന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ പറയാമെന്ന് പറഞ്ഞ് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പ്രകടന പത്രികയിലും ഒന്നും പറയുന്നില്ല. മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് മാനിഫെസ്റ്റോയിൽ പറയേണ്ട കാര്യമല്ല സുഹൃത്തെ. അതൊക്കെ മാനിഫെസ്റ്റോ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ അറിയാം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, P ചിദംബരം എന്നിവർ ചേർന്നാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 24 ഡൽഹി. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. പെരുമാറ്റച്ചട്ട ലംഘനം എന്ന പരാതിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സംപ്രേഷണം വിലക്കണമെന്ന ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിലുമെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഔദ്യോഗിക മാധ്യമമായ ദൂരദർശനെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPIM പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട്. വസ്തുതാവിരുദ്ധമായ പ്രചാരണത്തിലൂടെ സിനിമ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. അതേസമയം സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും വിമർശിക്കുന്നവർ അഭിപ്രായങ്ങളെ പേടിക്കുന്നവരാണെന്നും NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ്. അത് സമൂഹ നന്മയ്ക്കെതിരാണ്, നാട്ടിലെ നിയമങ്ങൾക്കെതിരാണെങ്കിൽ അത് പരിശോധിക്കാൻ സെൻസർ ബോർഡുണ്ട്, കോടതികളുണ്ട്. അങ്ങനെയുള്ള വേദികളിലൊക്കെ പരിശോധിച്ച് അംഗീകാരം നൽകിയതിന് ശേഷമാണ് ഇത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ DYFI ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
ദൂരദർശനിലെ കേരള സ്റ്റോറിയുടെ സംപ്രേഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ആരോപണങ്ങൾ തള്ളി CBI. പിതാവിന്റെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും മൊഴിയെടുത്തപ്പോൾ അറിയിച്ചിട്ടില്ലെന്ന് CBI തിരുവനന്തപുരം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI വ്യക്തമാക്കി. CBI അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ഹർജിയിൽ ജസ്നയുടെ പിതാവിന്റെ ആരോപണം. ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത CBI അന്വേഷിച്ചില്ലെന്ന് ഹർജിയിൽ പിതാവ് കുറ്റപ്പെടുത്തിയിരുന്നു. CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ്. ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആർത്തവരക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തിട്ടില്ല. ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയതാണ്. NSS ക്യാമ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതാണ്. അധ്യാപകരുമായി ജസ്നയ്ക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ല. അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് പഠിക്കാൻ സമയം വേണമെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് ഈ മാസം 12-ന് വീണ്ടും പരിഗണിക്കും. 24 തിരുവനന്തപുരം. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരം മുറിയിൽ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KP സജിപ്രസാദ്, MK വിനോദ്കുമാർ എന്നിവർക്ക് എതിരെയാണ് നടപടി. ഇതോടെ നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 5 ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് 2 ബീറ്റ് ഓഫീസർമാർക്കെതിരെ വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവൽ നടപടി സ്വീകരിച്ചത്. KP സജിപ്രസാദ്, MK വിനോദ്കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അനധികൃത മരംമുറി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് തടയാനോ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കാനോ തയ്യാറായില്ലെന്നാണ് കണ്ടെത്തൽ. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ KK ചന്ദ്രൻ, വാച്ചർമാരായ R ജോൺസൺ, MK ബാലൻ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മരം മുറിച്ചുകടത്തിയ 6-അംഗ സംഘം ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാര്യാട് സ്വദേശി ഇബ്രാഹിം, മീനങ്ങാട് സ്വദേശി അബ്ദുൾ മജീദ്, മണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, കോഴിക്കോട് മണവയൽ സ്വദേശി അബ്ദുൾ നാസർ, കൈതപ്പൊയിൽ സ്വദേശി ഹസൻകുട്ടി, എരിഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മരം കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ക്രെയിനും ലോറിയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കണിയാമ്പറ്റ സ്വദേശി പ്രിൻസ്, വൈത്തിരി സ്വദേശി അബു താഹിർ, കോഴിക്കോട് സ്വദേശി സുധീർ കുമാർ എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അതിനാൽ തന്നെ തുടർ നടപടികളുണ്ടാകും. സുഗന്ധഗിരിയിൽ ആദിവാസികളുടെ വീടുകൾക്ക് ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ വൻതോതിൽ മരം മുറിച്ചു കടത്തിയ വാർത്ത 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. 24 വയനാട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആം ആദ്മി പാർട്ടിയെ നയിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേര് നിർദ്ദേശിച്ച് സൗരഭ് ഭരദ്വാജ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ഒന്നിച്ചു നിർത്താൻ സുനിതയ്ക്ക് കഴിയുമെന്ന് സൗരഭ് ഭരദ്വാജ്. തൃശൂർ മാളയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന് തീ പടർന്നു. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ പ്രചാരണത്തിനിടെയായിരുന്നു സംഭവം. ലഡാക്കിലെ ലേയിൽ നിരോധനാജ്ഞ. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടി. മലപ്പുറം കാളികാവിൽ മാൻകൊമ്പും തോക്കുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കാളികാവ് മമ്പാട്ടുമൂല സ്വദേശി ജറീർ ആണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സംഘം പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ 4 പേരാണ് കരമന പോലീസിന്റെ പിടിയിലായത്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.